ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 1 4 മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചില്ലി ചിക്കനാണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്നൊരു ചില്ലി ചിക്കനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി എങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി കൈകൾ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കുക. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ എണ്ണയിലൊന്ന് ചെറുതായി വറുത്തെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മൾ ചിക്കൻ എല്ലാം എടുത്തിട്ട് എണ്ണയിലോട്ട് ഇടുകയാണ്. ചിക്കൻ ഏകദേശം എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്തിരിക്കുകയാണ്. നമുക്കിനി ഇതെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എണ്ണ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വറുത്ത ചിക്കൻ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വച്ചിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ചെറിയ 2 സവോള എടുത്ത് വലുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഒന്ന് അതിൻ്റെ നിറം മാറുന്നവരെ ഒന്ന് വഴറ്റുക. അതിൽ ചുമല നിറമാകുന്നവരെ ഒന്ന് അധികം വേവിക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സവോളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിലോട്ടൊരു കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 10 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലോട്ട് ഒരിക്കലും ക്യാപ്സിക്കം ഒന്നും ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് പച്ചമുളക് കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിന് പകരം ക്യാപ്സിക്കം വലുതായി അരിഞ്ഞ് ചേർക്കുകയും ചെയ്യാം. നമ്മൾ ഇതിലോട്ട് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന സോസോ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിതിലോട്ട് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചില്ലി സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തക്കാളി ചെറുതായിട്ട് വെന്ത ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക.
1 സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ യോജിപ്പിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിളച്ച് വന്നിരിക്കുകയാണ്. നമുക്കിനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലോട്ട് എടുത്തിടാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചില്ലി ചിക്കൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.